വൈക്കം നഗരസഭയിൽ ഓടയിൽ നിന്ന് കോരിവെച്ച മാലിന്യത്തിൽ കാട് വളർന്നിട്ടും നീക്കം ചെയ്യാൻ നടപടിയെടുക്കാത്തതിൽ വൈക്കം നഗരസഭയിൽ BJP അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ക്ലീൻ സിറ്റി ഓഫീസിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും പ്രവർത്തനം തടഞ്ഞ BJP അംഗങ്ങൾ ഓഫീസ് അടച്ചുപൂട്ടി. അരമണിക്കൂറോളം ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ആദ്യം നഗരസഭാ സെക്രട്ടറി R. രഞ്ജിത്ത് നായരുമായി ചർച്ച നടത്തി പ്രതിഷേധമറിയിച്ചു. കൂടുതൽ ജീവനക്കാരെ എടുക്കാനായിട്ട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടുമില്ല, ഇതൊക്കെ നടക്കുന്നുമില്ല. പിന്നെ ക്ലീനിങ്ങിൽ കഴിഞ്ഞ് 7 മാസമായിട്ടുള്ള വേസ്റ്റ്, 7 മാസമായിട്ടുള്ള ഈ കൗൺസിൽ തുടങ്ങിയ ആളുകൾ ഇന്ന് വരെ ഉള്ളത് മണ്ണ് വെട്ടി വെച്ചിട്ടാണ് പുല്ല് വളർന്നിപ്പോ മരമായി. ഇപ്പൊ മരം വെട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയായിട്ടാണ്. അല്ലല്ലോ, ചെയർമാൻ തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ വിടും അല്ലേ? ലൈറ്റ് ഇടുന്നത് വാർഡ് കൊടുക്കുന്നത് ക്ലീൻ ചെയ്യേണ്ട വാർഡുകൾ കൊടുക്കുന്നവരാ ചെയർമാൻ കൊടുക്കുന്നു. ഞങ്ങളുടെയൊക്കെ വാർഡുകളുടെ ലിസ്റ്റ് ഇടാനായിട്ട് ഞങ്ങൾക്കിപ്പോ 3ാം കിട ജനപ്രതിനിധികളായിട്ടിരിക്കും. ശുചീകരണ തൊഴിലാളികളുടെ അഭാവവും നഗരസഭാ ചെയർമാന്റെ പക്ഷപാതവും അറിയിച്ച ശേഷം ക്ലീൻ സിറ്റി ഓഫീസിലേക്ക്. ക്ലീൻ സിറ്റി ആരോഗ്യ വിഭാഗം ഓഫീസ് ഇന്ന് പ്രവർത്തിക്കേണ്ടെന്നും നാടിന് പ്രയോജനമില്ലാത്ത ഓഫീസ് ഒരു ദിവസം അടഞ്ഞുകിടന്നാൽ ഒന്നും സംഭവിക്കില്ലെന്നും പ്രതിഷേധക്കാരുടെ പരിഹാസം. വേണ്ട, ഹെൽത്തിൽ ഇന്ന് ഒരു ദിവസം വർക്ക് നടക്കുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് ഈ നഗരത്തിലുള്ള ഒരാൾക്ക് പോലും ഇതിന്റെ സേവനം കൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അതുകൊണ്ട് നിർത്തി വെക്കണം, സഹായിച്ചേ പറ്റൂ. ഞങ്ങൾ വലിയ വേറൊരു രീതിയിലുള്ള പ്രകോപനം ഉണ്ടാകുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ള നീതി നടപ്പിലാക്കുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കണം. ഇവിടെ ചെയർമാന്റെ രാജഭരണം പോലെ അങ്ങനെ ചില വാർഡുകളിലേക്ക് മാത്രം നടക്കേണ്ട കാര്യങ്ങളല്ല ഇവിടെയുള്ള. ഇവിടെ വൈക്കം നഗരത്തിൽ മുഴുവൻ മാലിന്യം കൊണ്ട് നാല് നിൽക്കുക. അത് ചെയ്യണം. ഇന്ന് ഒരു ദിവസം നടന്നില്ലാതെ കരുതി ഒന്നും നടക്കിയാൽ ഞങ്ങൾ സമ്മതിക്കുകയും. തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാരെ പുറത്തിറക്കി ഓഫീസ് അടച്ചുപൂട്ടി. ഓഫീസിന് മുന്നിലിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ. ഇവിടെ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലീനിങ് സെക്ഷൻ നടക്കുന്ന ഈ ഓഫീസ് ഇന്ന് BJPയുടെ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ അത് പൂട്ടിയിട്ടിരിക്കുക. ഇന്ന് ഇതിന്റെ പ്രവർത്തനം കാര്യം ഇത്രയും നാളായിട്ട് കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് ഈ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും ഞങ്ങളുടെ ഒന്നും വാർഡുകളിൽ നടന്നിട്ടില്ല. അങ്ങനെ 7 മാസക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് തുറന്നിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്ന് ഇതിനൊരു തീരുമാനമാകാതെ ഈ ഓഫീസ് തുറക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കുക. ഇതിനിടെ പ്രതികരണവുമായി ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തറും രംഗത്തെത്തി. ഈ കൗൺസിൽ വന്നിട്ട് 6 മാസമേ ആയുള്ളൂ. ഈ കാലയളവിൽ 3-4 ദിവസം കൊണ്ട് ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ച് ഇന്നത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് കൗൺസിലിരുന്ന് ഒന്നിച്ച് തീരുമാനിച്ച ആളുകൾ തന്നെയാണ് ഇന്ന് നഗരസഭയിൽ വന്ന് ഈ 3 പേരുടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. പുളിഞ്ചൂട്, ചേരിഞ്ചൂട്, കാളിയമ്മനട വിജയ തിയേറ്റർ, ആറാട്ടുകുളം, ചാലപ്പറമ്പ് റോഡ് തുടങ്ങിയ പല റോഡരികിലും മാസങ്ങൾക്ക് മുമ്പ് ഓടയിൽ നിന്ന് കോരിവെച്ച മാലിന്യങ്ങളിൽ പുല്ല് വളർന്നു കിടക്കുന്ന കാഴ്ചയാണിത്. ഇത് കോരി വെച്ചിട്ട് കുറെ നാളായി, ഒരു 3-4 മാസത്തോളമായിട്ടുണ്ട്. 3-4 മാസത്തോളം എങ്ങനെ കഷ്ടിച്ചായിട്ടുണ്ട്. ഇതിങ്ങനെ ഓടയിൽ അതുകൊണ്ടാണ് ഇത് ഓടയിൽ നിന്ന് കയറുന്നല്ല. ഇത് ഇങ്ങനെ പൊക്കി വയ്ക്കും, അത് മഴ വരുമ്പോഴത്തേക്കും വീണ്ടും ഒഴിച്ച് കാനയിലേക്ക് വീഴും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അത് വീണ്ടും മഴ വരുമ്പോഴത്തേക്കും വീണ്ടും കാനയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാണ്ട് ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം, കാനയിലകത്ത് മുഴുവൻ ചവറും അതും ഇതൊക്കെ വീണ് അങ്ങനെ കാണാൻ ഇതായിക്കൊണ്ട് ഒഴുക്കില്ല. അപ്പോൾ അത് കൊതുകും അതുപോലുള്ള സാധനങ്ങളൊക്കെ വളരാനുള്ള സൗകര്യമുണ്ട്. നാട്ടിലുയരുന്ന പ്രതിഷേധത്തിൽ പൊറുതിമുട്ടിയാണ് നീതി ലഭിക്കാൻ വേണ്ടി BJP അംഗങ്ങളായ MK മഹേഷ്, V അമ്പിളി, R അനീഷ് എന്നിവർ ഈ പ്രതിഷേധത്തിന് മുതിർന്നത്. നഗരസഭാ ശുചീകരണ വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും മാലിന്യം നീക്കാൻ നഗരസഭയ്ക്ക് സ്വന്തമായി വാഹനമില്ലാത്തതുമാണ് മാലിന്യ നീക്കത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പുതിയ വാഹനം മാസങ്ങൾക്കകം എത്തുമെന്നുമാണ് നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ അറിയിച്ചത്. എന്നാൽ ഇത് മാത്രമല്ല പ്രശ്നമെന്നും ചെയർമാന്റെ പക്ഷപാതപരമായ പ്രവർത്തനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പരാതി. ചെയർമാന്റെ രാജകീയ ഭരണം എന്നുള്ള രീതിയിലാണ് നഗരസഭയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ
ഉദ്യോഗസ്ഥരാകട്ടെ മറ്റ് തലങ്ങളിലുള്ള ആൾക്കാരായിക്കോട്ടെ ചെയർമാന്റെ അനുമതിയോട് മാത്രമാണ് ഒരു വാർഡിലേക്ക് ഒരു കാര്യം ചെയ്യാൻ പോലും സാധിക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന ലൈറ്റ് ഇടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ചെയർമാന്റെ ഇഷ്ടപ്പെട്ട വാർഡുകളിലേക്ക് മാത്രമാണ് ഇവിടെ നഗരസഭയുടെ ലൈറ്റ്, അതുപോലെ തന്നെ ക്ലീനിങ്, വാഹനങ്ങൾ, ഇവിടെ കണ്ടിജൻസി ജീവനക്കാർ പോകുന്ന പുല്ല് വെട്ടുന്ന ഇതുപോലെ എല്ലാ നടപടിക്രമങ്ങളും ചില വാർഡുകളിലേക്ക് മാത്രം ഒതുങ്ങുക. ആരോഗ്യവകുപ്പ് ഓഫീസിന്റെ പ്രവർത്തനം അരമണിക്കൂറോളം തടസ്സപ്പെട്ടതോടെ ഉടൻ നടപടിയെടുക്കാൻ നഗരസഭാ ചെയർമാൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് മാലിന്യ പ്രശ്നത്തിന് ഇന്ന് തന്നെ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയതും പ്രതിഷേധം പിൻവലിച്ചതും. തൊഴിലുറപ്പ് തൊഴിലാളികളും കണ്ടിജൻസി ജീവനക്കാരും വെട്ടിവെച്ചിട്ടുള്ള ഓടയ്ക്ക് മുകളിൽ അടക്കി ഇറക്കിയിരുന്ന വേസ്റ്റുകളെല്ലാം കുറെയെല്ലാം ഒഴുകി ഓടയിലേക്ക് തന്നെ തിരിച്ചുപോയി. ബാക്കിയുള്ളതിന്റെ പുറത്ത് പുല്ല് കിളിർത്ത് ചെടി വരെ കിളിർത്ത് നിൽക്കുക. ഈ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ റോഡുകളിൽ കൂടി കിടക്കുന്നതിന്റെ പുറത്ത് ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് നിക്ഷേപിക്കുകയും തെരുവ് നായ്ക്കൾ ഇതിന്റെ പുറകെ വരികയും നഗരത്തിൽ ഇപ്പൊ ജീവിതം ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇതിന് കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായിട്ട് ഈ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഇതിനെതിരെ യാതൊരു നടപടികളും ഈ തെരുവുനായ ശല്യത്തിനോ നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഇതിന് ചെയർമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.